നിദ്രയുടെ ജീവിതം കൂടുതൽ തിരക്കുകളിലേക്ക് ഊളിയിടുമ്പോഴും രുദ്രനെ അവൾ ഓർക്കാതിരുന്നില്ല. ഓരോ സിനിമയിൽ അവൻ്റെ മുഖം തെളിയുമ്പോൾ കൗതുകത്തോടെ കുഞ്ഞുകുട്ടികളെ പോലെ അവളുടെ മനസ്സ് അവനെ നേരിൽ കാണാൻ വാശി പിടിക്കും. റൂംമേറ്റ്സ് പെൺകുട്ടികൾ അവൻ്റെ നേരെ കഴുകൻ കണ്ണുകളുമായി കൊത്തിപ്പറിക്കുന്നത് കാണുമ്പോൾ ആരും കേൾക്കാതെ നിദ്ര പതിയെ എൻ്റേതാണെന്ന് ചുണ്ടുകൾ കൊണ്ട് മൊഴിയും. ഗായത്രി ദേവിയുടെ സ്വാധീനം ഉപയോഗിച്ച് നിദ്രയുടെ മുഖം പതിഞ്ഞ എല്ലാ സോഷ്യൽ മീഡിയ വീഡിയോകളും വളരെ നേരത്തെ തന്നെ ഏവരും പിൻവലിച്ചിരുന്നു. അതുകൊണ്ട് അധികം ആരും അവളെ തിരിച്ചറിഞ്ഞില്ല. അഥവാ തിരിച്ചറിഞ്ഞ ശേഷം ആരെങ്കിലും അവളോട് താൻ രുദ്രദേവിൻ്റെ ഭാര്യയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആള് മാറിയതാണെന്ന് തന്നെ നിദ്ര പറഞ്ഞു. പബ്ലിക്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്തത് നല്ലതെന്ന് ഗായത്രി ദേവിയും അഭിപ്രായപ്പെട്ടു. എന്നിട്ടും ഇടയ്ക്കിടെ മുറിയിലെ കുട്ടികൾ സംശയത്തോടെ അവളെ നോക്കി നിന്നെ കണ്ട ശരിക്കും ആ രുദ്രദേവിൻ്റെ ഭാര്യയെ പോലെ എന്ന് പറയുമ്പോൾ അവളുടെ നെഞ്ചു പിടക്കും. അത് താൻ തന്നെയാണ് എന്ന് പറയാൻ അവളുടെ ഉള്ളിൽ നിന്നും 1000 നാവുകൾ പുറത്തേക്ക് വരും. ഒരു നിമിഷത്തെ ചിന്തയിലെല്ലാം എടുത്ത് നിദ്ര തന്നെ അകത്തേക്കിട്ട് മൗനമായിരിക്കും. രുദ്രനും കൂടുതൽ തിരക്കുകളിലേക്ക് കടക്കുകയായിരുന്നു. മനഃപൂർവ്വം അവൻ കൂടുതൽ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിദ്ര അരികിലില്ലാതിരിക്കുമ്പോൾ ഒരു നിമിഷം പോലും അവളെ ഓർത്ത് അവളുടെ അരികിലേക്ക് ഓടിച്ചെല്ലാതിരിക്കാൻ വേണ്ടി അവൻ കൈ നിറയെ പടങ്ങളിൽ അഭിനയിച്ചു നടന്നു. ആരിൻ്റെ ഫിലിമിൽ പോലും അവൻ അഭിനയിച്ചു. വീണ്ടും അത്രയ്ക്ക് തിരക്ക് വേണം ജീവിതത്തിൽ എന്നൊരു തോന്നൽ കൊണ്ട് മാത്രം. എങ്ങോട്ട് തിരിഞ്ഞാലും ടി വിയിൽ രുദ്രൻ തന്നെ എന്നൊരവസ്ഥയായപ്പോൾ അവനത് തന്നെ ഭ്രാന്ത് പിടിക്കാൻ മനഃപൂർവ്വം ചെയ്യുകയാണോ എന്ന് വരെ തോന്നും നിദ്രയ്ക്ക്. അവനെ പറ്റി ഒരുപാട് ഗോസിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചു. ആദ്യ വിവാഹബന്ധനത്തിൽ നിന്നും ഒഴിഞ്ഞ രുദ്രൻ പുതിയ നടി ഷീല വാര്യരുമായി പ്രണയത്തിൽ എന്നെല്ലാം കേൾക്കുമ്പോൾ സത്യമാകുമോ എന്ന് പോലും നിദ്ര ഭയക്കും. പിന്നീട് അങ്ങനെയാകില്ല എന്ന് മനസ്സൊരുകി പ്രാർത്ഥിക്കും. അവൻ്റെ ഇൻ്റർവ്യൂകളിൽ ഭാര്യയെപ്പറ്റി തിരക്കിയാൽ സിനിമയെപ്പറ്റി മാത്രം ചോദിക്കൂ എന്ന് പറഞ്ഞവർ ഒഴിയുമ്പോൾ എന്തിനെന്നറിയാതെ അവളുടെ കണ്ണുകളിൽ നനവ് പടരും. ഒരിക്കൽ ഒരു വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വന്ന് പിള്ളേരുമായി ചായ കുടിച്ച് ചിപ്സും കഴിച്ചിരിക്കുകയാണവൾ. അവളെ കൂടാതെ 4 പേരാണുള്ളത്. ചിലർ ഇടയ്ക്ക് വന്ന് പോയുമൊക്കെ ഇരിക്കുമെങ്കിലും ഇപ്പോൾ ഉള്ളവർ സ്ഥിരമാണ്. അവളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ സഹായിച്ച കൂട്ടുകാരാണവർ. ചുരിദാറും സാരിയും മാത്രമിട്ട് നടന്നവളെക്കൊണ്ട് അവർ മിടിയും ടോപ്പും പാൻറ്റും ഷർട്ടും ഗൗണുകളും എന്നു വേണ്ട നിലവിലുള്ള എല്ലാ വ്യത്യസ്ത വസ്ത്രങ്ങളും ധരിപ്പിച്ചു. ആദ്യം സങ്കോചമായിരുന്നു എങ്കിലും ഇപ്പോഴവൾക്ക് അതൊക്കെ ഇഷ്ടമാണ്. ഷോപ്പിംഗ് ചെയ്യാൻ, പുതിയ ബൂട്ട്സ് ട്രൈ ചെയ്യാൻ, ഔട്ടിംഗ് പോകാനൊക്കെയും. അതിനിടയിൽ അവളുടെ നീണ്ട മുടിയൊന്ന് ഇത്തിരി നീളം കുറച്ച് ലെയർ കട്ട് കൂടി ചെയ്യിപ്പിച്ചു അവർ. ഗായത്രി ദേവിക്ക് ഫോൺ ചെയ്യുമ്പോഴെല്ലാം നല്ലതെന്ന് പറഞ്ഞവർ പ്രോത്സാഹിപ്പിക്കും. നിദ്ര പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് അവർക്ക് വളരെ സന്തോഷമായിരുന്നു. ആളെപ്പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറ്റമായിട്ടുണ്ട് അവളെ കാണുമ്പോൾ. ഇപ്പോൾ നീനിമ, അനീറ്റ, ലയ, ആനി ഇവരെയൊക്കെയാണ് അവളുടെ കൂട്ടുകാർ. ഇന്ന് ആരാ ചായ വെച്ചത്? ആനി നീയാണോ? കണ്ണുരുട്ടിക്കൊണ്ട് മുഖം ചുളിച്ച് കുടിച്ച ചായ അതേപോലെ കപ്പിലേക്ക് തന്നെ തുപ്പിക്കളഞ്ഞിട്ട് നിദ്ര ആനിയെ നോക്കി ചോദിച്ചു. അയ്യോ, എന്താ കൊള്ളില്ലേ? ആനി വിരൽ തുമ്പ് കടിച്ചിട്ട് വിഷമത്തോടെ ചോദിച്ചു. ബാക്കിയുള്ളവരും അത് കുടിച്ചിട്ട് ഇഞ്ചി കടിച്ചതുപോലെ ഇരിപ്പാണ്. പിന്നെ കൊള്ളാം. ഇതെന്താ മോളെ, സാമ്പാറോ? ചായക്കപ്പിൽ നിന്നൊരു വലിയ കഷ്ണം പട്ടയും കറിവേപ്പിലയും കൂടി കയ്യിൽ പെറുക്കിയെടുത്ത് നിദ്ര അന്തം വിട്ടു. ഒന്നും പറയണ്ട എൻ്റെ നിദ്ര പോലെ. ഇന്ന് സ്പെഷ്യൽ ടീ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ കയറിയതായി മുതൽ മസാല ചായ കക്ഷി ഉദ്ദേശിച്ചത്. നീനിമ കുടിച്ചു പോലും നോക്കാതെ ചായ അങ്ങനെ വെച്ചിട്ട് ടേബിളിൽ ലയാ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല ആദ്യമേ. മസാല ചായയോ? ഇതോ? നിദ്ര ഇതെന്തുവാടി എന്ന അർത്ഥത്തിൽ ആനയെ ഒന്ന് നോക്കിയപ്പോൾ ഒന്നും കേൾക്കാത്ത പോലെ ഫ്ലവേഴ്സിൻ്റെ ഭംഗി നോക്കി നിൽപ്പാണ് കക്ഷി. നീമേ, അവളെ അടുക്കളയിൽ കയറ്റരുതെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ലയ കലിപ്പിലാണ്. അപ്പോഴേക്കും ആനി ഫോമിലായി. ഓ, അത്രയ്ക്കൊന്നുമില്ല, ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ. എല്ലാവരിൽ നിന്നും നല്ല അഭിപ്രായം കിട്ടാൻ വേണ്ടി അവസാനം കുടിക്കാനിരുന്നതാണ് കക്ഷി. ആനി ചായ എടുത്ത് ഒരിറക്ക് കുടിച്ചതും ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെയായി അവളുടെ മുഖഭാവം. നീലിമയാണെങ്കിൽ അത് കണ്ട് തലയറിഞ്ഞ് ചിരിച്ചു തുടങ്ങി. ആനി നേരെ പോയി ചായ വാഷ് ബേസിൽ തുപ്പി വായു നല്ലതുപോലെ കഴുകി തിരികെ വരുമ്പോൾ ചുണ്ടുളിക്ക് ചമ്മിയ മുഖത്തോടെ വരുന്നുണ്ട് ആനി. ഞാൻ പെർഫെക്റ്റ് ആയിട്ടാ ആ യൂട്യൂബിൽ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കിയതാണ്.
ആനി കുറ്റം മുഴുവൻ വീണയ്ക്ക് ചാർത്തി കൊടുത്തുകൊണ്ട് നിലത്തിട്ടിരുന്ന കൗച്ചിൽ നിദ്രയ്ക്കൊപ്പമായിരുന്നു. നിദ്ര ആനിയുടെ തലക്കിട്ടൊരു കിഴുക്കങ്ങ് വെച്ചുകൊടുത്തു. ചുമ്മാ വീണയെ പറയാതെ, നിനക്കുണ്ടാക്കാൻ അറിയാത്തതിൻ്റെ കുറ്റം അവർക്കാണോ പെണ്ണേ? ഇതെന്തുവായി കാണുന്നേ? ചായയിൽ ആരെയും കറിവേപ്പിലെടുത്ത് ഇടുമോ കഴുതേ? വീണ പറഞ്ഞു നിന്നോട് വേപ്പിലയിടാൻ. പോരാത്തതിന് 2 കിലോ ചായപ്പൊടിയും. കറിവേപ്പില ഇടാൻ അവർ പറഞ്ഞില്ല. പിന്നെ ഈ വടിയും പൂവുമൊക്കെ ഇടുന്നതല്ലേ, ഇച്ചിരി ടേസ്റ്റ് കൂടട്ടെ എന്നും കരുതി ഞാൻ കയ്യിൽ നിന്ന് എടുത്തിട്ടതാ. പാളിപ്പോയി. ഇളിച്ചുകൊണ്ട് അവരെ നോക്കി ആനി പറയുന്നത് കേട്ടപ്പോൾ നിദ്ര നെറ്റിയിൽ കൈവച്ചടിച്ചു പോയി. ഒന്ന് പോയൊരു ചായ ഇട്ടിട്ട് വാ എൻ്റെ നിദ്ര കൊച്ചേ, പ്ലീസ്. അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചിട്ട് ആനി കണ്ണുകൾ ചുരുക്കി പറഞ്ഞു. എനിക്കറിയാമല്ലെങ്കിലും ഒടുക്കും ഇതെൻ്റെ തലയ്ക്ക് തന്നെ പണിയാകുമെന്ന് നിന്റെ അടുക്കള കയറ്റം കണ്ടാലേ അറിയാം. നിദ്ര എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. അത് പിന്നെ ഇവിടെ ആകെ സിംഗിളായുള്ളത് നീ മാത്രമല്ലേ, ആരോടും സൊല്ലാനോ ഇല്ല. അപ്പോൾ പിന്നെ ഫ്രീ ആയിട്ടുള്ളതും നീയല്ലേ മോളെ? പോകുന്ന പോക്കിൽ അവളോട് ലയ വിളിച്ചു പറഞ്ഞു. ഓവേ, നിദ്ര കനത്തിൽ പറഞ്ഞു. മോളെ ആനി, ഇങ്ങ് വന്നേ, ചേച്ചിക്ക് ചായപാത്രം കഴുകി തന്നേ. സിംഗിൾ ആനി ഇട്ടിട്ട് പോയി ചായപാത്രം ചൂണ്ടി നിദ്ര ഒച്ചയിട്ടു. ദാ വരുന്നേ. ആനി അവൾക്ക് പിന്നാലെ വെച്ച് പിടിച്ചു. ഒരു തരത്തിൽ ലയ പറഞ്ഞത് കാര്യമാണ്. നിദ്ര മാത്രമാണ് സിംഗിൾ എന്ന് പറഞ്ഞ് അവിടെ ഉള്ളത്. അവൾക്ക് മാത്രം ഫോണിൽ ആരോടും മണിക്കൂർ കണക്കിന് സംസാരിക്കാനില്ല. ബാക്കിയുള്ളവരൊക്കെ തിരക്കിലാണ്. ലയ വിവാഹം കഴിഞ്ഞാണിങ്ങ് പോകുന്നത്. ജോലിയായിട്ട് വേണം അവൾക്ക് ഡിപ്പെൻഡന്റ് വിസയിൽ ഭർത്താവിനെ കൂടി കൊണ്ടുവരാൻ. മറ്റുള്ളവർക്കൊക്കെയും ബോയ് ഫ്രണ്ട്സ് ഉണ്ട്. ചില നിദ്രയ്ക്ക് അവരുടെ തന്നെ ചേട്ടന്മാരെ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പിന്നാമ്പുറ പണിയും നടക്കുന്നുണ്ട്. അതും നിദ്രയറിയാതെ. ഒരു ചായ എടുത്തേ ദേവി, തല വെട്ടിപ്പൊളിയുന്ന വേദന. 2 വിരലുകൾ കൂട്ടിച്ചേർന്ന് നെറ്റിയിൽ അമർത്തി തിരുമ്മിക്കൊണ്ട് മഹാദേവൻ സോഫയിലിരുന്നു. നല്ല വേദനയുണ്ടോ? ഡോക്ടറെ കാണണോ? അയാളുടെ നെറ്റിയിൽ ചെറുതായി മസാജ് ചെയ്ത് നിന്നുകൊണ്ട് ഗായത്രി ചോദിച്ചു. ഏയ് വേണ്ടെന്നേ, നീ ഒരു ചായ ഇട്ടാൽ മതി, മാറിക്കോളും. ശരി, ഞാനെന്നാൽ പോയി ചായ ഇട്ടിട്ട് വരാം, വന്നിട്ട് ബാമ്പുരട്ടി തടവി തരാം നെറ്റി. ഗായത്രി ദേവി അടുക്കളയിലേക്ക് പോയി. ജോലിക്കാരെല്ലാം പതിവ് പണികൾ ചെയ്തു വെച്ച് പോയി കഴിഞ്ഞു. 1-2 ദിവസമായി മഹാദേവൻ വീട്ടിൽ തന്നെയുണ്ട്. ഇടയ്ക്കെല്ലാം വല്ലാത്ത ആലോചനയിലായിരിക്കും. ബിസിനസ്സിൻ്റെ ടെൻഷൻ കാരണമാകുമെന്ന് കരുതി ഗായത്രി ദേവി ഒന്നും കിള്ളിക്കിള്ളി ചോദിക്കാൻ പോകാറില്ല. ഇത് പക്ഷേ തുടർച്ചയായി തലവേദനയും വല്ലാത്ത ആശങ്ക അനുഭവിക്കുന്നത് പോലെയൊക്കെ മഹാദേവൻ പെരുമാറുന്നത് കണ്ട് അവർക്ക് അയാളോട് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത് അവർ. ഗായത്രി ദേവി മഹാദേവനുള്ള ചായ കൊണ്ട് കൊടുത്തിട്ട് അയാൾക്കെതിരെയുള്ള സെറ്റിയിൽ ചെന്നിരുന്നു. എന്താ പ്രശ്നം? ഞാൻ 1-2 ദിവസമായി ശ്രദ്ധിക്കുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, കുഴപ്പമൊന്നുമില്ല. ഗായത്രി ദേവി ചോദിച്ചിട്ട് മഹാദേവൻ ഒന്നും പറയാതെ ഒഴിയാൻ തുടങ്ങി. എന്താണെങ്കിലും എന്നോട് പറയുന്നേ. പുതിയ ബിസിനസ് ഡീലൊത്തെന്നും പറഞ്ഞ് കുറച്ച് ദിവസങ്ങളായി നല്ല ഹാപ്പി ആയിരുന്നല്ലോ. വീട്ടിൽ പോലും കയറാൻ പറ്റാത്തത്രയും തിരക്ക്. എന്നിട്ട് പാകെ ചടഞ്ഞുകൂടിയിരിക്കുന്നത് എന്താണ്? ഗായത്രി പറഞ്ഞത് നേരാണ്. വലിയ ടീമുമായി പാർട്ട്ണർഷിപ്പിൽ തുടങ്ങേണ്ടിയിരുന്ന ഒരു പദ്ധതി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മഹാദേവൻ. ഗൾഫ് നട്ട്സ് വിത്ത് ചോക്ലേറ്റ്സിൻ്റെ ഒരു വലിയ ഫാക്ടറി. ഏകദേശം പണിയെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് കുറച്ച് പൈസയുടെ ഷോർട്ടുണ്ടെന്ന് അറിയുന്നത്. വിചാരിച്ചതുപോലെ കയ്യിൽ ഒതുങ്ങാതെ വന്നപ്പോൾ ഒരു പാർട്ട്ണറെ കൂടെ എടുക്കാമെന്ന ചിന്തയിൽ മറ്റൊരു ടീമുമായി അഗ്രിമെൻ്റ് വെച്ചു. ഒരുപാട് പണമിറക്കി ഫാക്ടറി കൂടുതൽ വിപുലമാക്കി. ആ ബിസിനസ് പച്ച പിടിച്ചപ്പോൾ അവരുമായി തന്നെ മറ്റൊരു ബ്രാഞ്ച് തുടങ്ങാനിരിക്കുകയായിരുന്നു റാസൽ ഗൈമയിൽ. അപ്പോഴാണ് പാർട്ട്ണറുടെ മകൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹം പറയുന്നത്. അവർക്ക് ആഗ്രഹം രുദ്രനെ വെച്ചൊരു പടം പിടിക്കാനാണ്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് അവൻ്റെ ഡേറ്റ് കിട്ടുന്നില്ല. മഹാദേവൻ റെക്കമെൻഡ് ചെയ്ത എളുപ്പത്തിൽ നടക്കുമെന്നാണ് പറയുന്നത്. അത് നടന്ന ശേഷമേ അടുത്ത ബ്രാഞ്ച് ചെയ്യാനുള്ള കോൺട്രാക്ട് പണികൾ ആരംഭിക്കൂ എന്നവർ കട്ടായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഹാദേവൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആണത്. ഗൾഫിലും നാട്ടിലുമായി നട്ട്സ് ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയുടെ വിവിധ ഇനം ബ്രാഞ്ചുകൾ അതൊരു വലിയ ബ്രാൻഡായി വളർത്താനായിരുന്നു അയാളുടെ ആഗ്രഹം. അതിപ്പോൾ പാതി വഴിക്ക് നിന്നു പോകുന്ന സാഹചര്യമാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗായത്രി ദേവി നിസ്സഹയായി അയാളെ നോക്കി. ഇനിയും ആർക്ക് വേണ്ടിയാ ഇത്രയും സമ്പാദിക്കുന്നത്? ആകെയുള്ളൊരു മകനെയാണെങ്കിൽ വീട്ടിൽ പോലും കയറ്റാതെ നിർത്തിയിരിക്കുകയാണ്. അവൻ അവൻ്റേതായ രീതിക്ക് സമ്പാദിക്കുന്നുണ്ട്. നിദ്രയ്ക്ക് വേണ്ടിയാണെങ്കിലും ഇതിപ്പോൾ 5 തലമുറയ്ക്ക് സുഖമായി ജീവിക്കാനുള്ള പണമായി കഴിഞ്ഞു. ഇനിയും കുറച്ചു നാളൊന്ന് വിശ്രമിച്ചൂടെ?
ഗായത്രി ദേവി മഹാദേവനെ നോക്കി ചോദിച്ചു. ഭർത്താവിൻ്റെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളുമെല്ലാം മനസ്സിലാക്കുന്ന ഭാര്യ തന്നെയാണ് ഗായത്രി ദേവി. കുടുംബം കഴിഞ്ഞ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം പണം സമ്പാദിക്കുക എന്ന് തന്നെയാണ്. നീ തന്നെ ഇങ്ങനെ പറയാതെ എൻ്റെ ദേവി, എത്രയോ നാളുകൾ കൊണ്ട് ഞാൻ സ്വപ്നം കണ്ടിരുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു അതെന്നറിയുമോ? ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി വളരണമെന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് ഏറെക്കുറെ സാധ്യമായതാണ്. ഇനിയിപ്പോൾ വേറെ പാർട്ട്നേഴ്സിനെ നോക്കിയാലും ആദ്യം ഇവരുമായി ബ്രാഞ്ച് തുടങ്ങിയത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെയാണെങ്കിൽ പോലും രുദ്രൻ്റെ മുന്നിൽ പോയി തോറ്റുകൊടുക്കാൻ അയാൾക്ക് മനസ്സിലായിരുന്നു. താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അവൻ്റെ കരിയർ വെച്ച് തന്നെ തൻ്റെ ജീവിതത്തിൽ ഉയർച്ച, അത് അദ്ദേഹത്തിന് ആലോചിക്കാൻ കൂടി വയ്യായിരുന്നു. അവനോട് ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ, ചിലപ്പോൾ അവൻ സമ്മതിച്ചാലോ? ഗായത്രി ദേവി ഭയത്തോടെയാണത് ചോദിച്ചത്. അതിനുള്ള ആദ്യത്തെ മറുപടി രൂക്ഷമായൊരു നോട്ടമായിരുന്നു. നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? അവനെ ഇറക്കി വിട്ടത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമല്ലോ. ഇനി ഈ കാരണവും പറഞ്ഞവർ ഇങ്ങോട്ടേക്ക് വരേണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ല. പിന്നെ മരിക്കുന്നത് വരെ അവനോട് വിരോധം വെച്ച് ജീവിക്കാനിരിക്കുകയാണോ നിങ്ങൾ? ആകെയുള്ളൊരു മകൻ, അവൻ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറും പാഷനും എത്രത്തോളം വിലപ്പെട്ടതാണോ അതുപോലെ തന്നെയല്ലേ അവനും. 18 വയസ്സുവരെ മക്കളുടെ കാര്യങ്ങൾ അവർക്ക് വേണ്ടതുപോലെ കൂടെ നിന്ന് ചെയ്തു കൊടുക്കുക എന്നത് മാത്രമേ മാതാപിതാക്കൾ ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം അവരുടെ പിന്നിലൊരു നിഴൽ പോലെ അധികപ്പറ്റായി കയറിക്കൂടിയിട്ട് അവർക്ക് ബുദ്ധിമുട്ടാകും എന്നതല്ലാതെ എന്താണ് പ്രയോജനം? 30-40 വയസ്സുവരെ മക്കളെ നിയന്ത്രിക്കുന്ന മാതാപിതാക്കളുണ്ട്. അതുപോലെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവനിഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് നിർബന്ധിച്ചു, അവനെ കൊണ്ടത് ചെയ്യിപ്പിച്ചു. എന്നിട്ട് അവൻ ചെയ്തത് മാത്രം തെറ്റ്. അതിലെന്താണ് ന്യായം? ഗായത്രി ദേവി ചോദിച്ചപ്പോൾ മഹാദേവനൊന്നും മിണ്ടാതിരുന്നു. നിങ്ങൾക്ക് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ലെന്ന് എനിക്കറിയാം. 2 പേർക്കും ഈഗോയാണ്, പരസ്പരം സംസാരിക്കാനും തുറന്ന് സ്നേഹിക്കാനും. എന്തായാലും ഞാൻ അവനോട് സംസാരിക്കാൻ പോകുന്നു. അതുമാത്രമല്ല, അവനോട് വീട്ടിലേക്ക് വരാൻ പറയാൻ പോകുകയാണ്. ഇതാണ് എൻ്റെ തീരുമാനം. ഗായത്രി ദേവി ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞതും അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. മഹാദേവൻ അപ്പോഴും ഗായത്രി ദേവി പറഞ്ഞത് മനസ്സിലിട്ട് തിരിച്ചും മറിച്ചും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പരിശോധനയിലായിരുന്നു. രുദ്രൻ വളരെ വൈകിയാണ് ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും വില്ലയിലേക്ക് എത്തിയത്. അന്നൊരു ഫൈറ്റ് സീനുണ്ടായിരുന്നു. വീട്ടിലെത്തിയ പാടെ ഒന്ന് കിടക്കണമെന്ന് മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്കും ക്ഷീണിതനാണ് രുദ്രൻ. ത്രേസ്യ ചേട്ടത്തി, ഇന്നെനിക്ക് ഫുഡൊന്നും വേണ്ട കേട്ടോ, ഞാൻ കിടക്കാൻ നോക്കട്ടെ. അലസമായി പറഞ്ഞു കഴിഞ്ഞിട്ട് രുദ്രൻ തിരിഞ്ഞതും സോഫയിലിരിക്കുന്ന ഗായത്രി ദേവിയെ കണ്ടവൻ ഞെട്ടിപ്പോയി. സ്വപ്നമാണോ സത്യമാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്തൊരവസ്ഥ. ചിലപ്പോഴെല്ലാം നിദ്രയെ മുറിയിലും മറ്റുമായി കാണുന്നത് പോലെ അവന് തോന്നാറുണ്ട്. അവളുടെ സാന്നിധ്യം എപ്പോഴും അരികിലുള്ളതുപോലെ. ഇനി ഇതും അതുപോലെയാണോ എന്നറിയാൻ വേണ്ടി രുദ്രൻ കണ്ണുകൾ അമർത്തി ചിമ്മി തുറന്നു. എന്താടാ ഇങ്ങനെ നോക്കുന്നത്? ചെറിയ ചിരിയോടെ ഗായത്രി ദേവി എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. ഒരുപാട് നാൾക്ക് ശേഷം അവനെ കാണുന്നതിനാൽ അവരുടെ നെഞ്ചിടിപ്പേറിയിരുന്നു. അവരുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. രുദ്രൻ അപ്പോഴും വിശ്വാസം വരാത്തതുപോലെ നിൽക്കുകയാണ്. അവർ ചെന്ന് രുദ്രനെ ചേർത്ത് പിടിച്ച് ദേഹത്തോടണച്ചപ്പോൾ എത്ര വേണ്ടെന്ന് കരുതിയിട്ടും രുദ്രൻ്റെ മനസ്സിലെ മഞ്ഞുരുകി ഒലിക്കാൻ തുടങ്ങി. അമ്മേ, എപ്പോൾ വന്നു? കുറേ നേരമായോ? വേറെന്ത് ചോദിക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു. 1/2 മണിക്കൂർ ആയതേയുള്ളൂ. ക്ഷീണിച്ച സ്വരത്തിൽ അവർ മറുപടി പറഞ്ഞു. പിന്നെ എന്ത് ചോദിക്കണമെന്നറിയാതെ രുദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നേരം കളഞ്ഞു. ഗായത്രി ദേവി അവൻ്റെ കവിളിൽ തലോടി. നീ നിദ്രയ്ക്ക് വേണ്ടി ചെയ്തതെല്ലാം ഈ അമ്മ അറിയുന്നുണ്ടായിരുന്നു. നന്നായി, എല്ലാം നന്നായി. ഗായത്രി ദേവി പറഞ്ഞപ്പോൾ രുദ്രൻ വെറുതെ ഒന്ന് ചിരിച്ചു. ഞാൻ നിന്നെ കൊണ്ടുപോകാനാണ് വന്നത് വീട്ടിലേക്ക്. നീ വരില്ലേ? ഗായത്രി ദേവിയുടെ ചോദ്യം കേട്ട് രുദ്രനൊന്ന് അമ്പരന്ന് പോയി. തന്നെയാണോ വിളിക്കുന്നത് എന്ന് പോലും അവൻ സംശയിച്ചു.